നമസ്കാരം. നടനും സംവിധായകനുമായ ജോയ് മാത്യു മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDF സർക്കാർ ഭരണത്തെയും വിമർശിച്ചുകൊണ്ടെഴുതിയ ആക്ഷേപഹാസ്യ കവിത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെയും ഭരണകൂട നടപടികളെയും ആക്ഷേപഹാസ്യത്തിന്റെ ശൈലിയിൽ അവതരിപ്പിക്കാനാണ് ഇദ്ദേഹം ഇതിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. കവിതയ്ക്ക് പതിവ് പോലെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കവിത നമുക്കൊന്ന് വായിക്കാം. ഡ്രാക്കുള എന്നാണ് കവിതയുടെ പേര്. ആധുനികമല്ലാത്ത കവിതയെന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം കവിത എഴുതിയിരിക്കുന്നത്. കവിത എങ്ങനെയാണ്? ആരംഭത്തിൽ അയാൾ പ്രാവിനെ പറപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രാവ് പിടഞ്ഞു വീണു ചത്തു. അപ്പോൾ ജനം വിളിച്ചു മാൻഡ്രേക്ക്. പിന്നെ അയാൾ തൊട്ടവരൊക്കെ വീണുകൊണ്ടിരുന്നു. ചിലരൊക്കെ പരലോകവും പൂകി കൈപിടിച്ചുയർത്തി. കാണിച്ചവർ അധികവും നാറ്റുകേസുകളായി ഇപ്പോഴിതാ. അയാൾ മാൻഡ്രേക്കിൽ നിന്നും ഡ്രാക്കുളയിലേക്ക് പരിവർത്തനം. വഴിയോരത്ത് മുഴുവൻ രക്തനിറമാർന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പഴയ മാൻഡ്രേക്കല്ല, പുതിയ ഡ്രാക്കുളയാണ്. കരുതിയിരിക്കുക നമ്മുടെ കുട്ടികളെ, ഡ്രാക്കുളയുടെ കൈകളിൽ പെടാതെ നോക്കുക. തുടക്കത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മാൻഡ്രേക്ക് ഒരു മാന്ത്രികൻ ആയി കണ്ടിരുന്ന ഒരാൾ പിന്നീട് ചോര കുടിക്കുന്ന ഡ്രാക്കുളയായി മാറുന്നെന്ന രൂപകമാണ് കവിതയുടെ കാതൽ. മാൻഡ്രേക്ക് എന്ന പ്രയോഗം രാഷ്ട്രീയ പരിഹാസമായി പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. സർക്കാരിനെതിരെയോ ഭരണപക്ഷത്തെയോ പ്രമുഖർക്കെതിരെയോ ഉയരുന്ന അഴിമതി ആരോപണങ്ങളെയും വിവാദങ്ങളെയും ജോയ് മാത്യു നാറ്റക്കേസുകളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിപ്ലവത്തിന് നിറമായ ചുവപ്പിന് ഇവിടെ ഭയപ്പെടുത്തുന്ന രക്തനിറമായ ജോയ് മാത്യു വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെയും പോലീസിന്റെ നടപടികളെയും വിമർശിക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന തലമുറയെ, അതായത് നമ്മുടെ കുട്ടികളെ ഈ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും സംരക്ഷിക്കണമെന്നൊരു മുന്നറിയിപ്പോടെയാണ് കവിത അവസാനിക്കുന്നത്. നേരിട്ട് പേര് പരാമർശിക്കുന്നില്ലെങ്കിലും കവി നൽകുന്ന സൂചനകൾ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഖ്യമന്ത്രിയെ മുൻനിർത്തിയുള്ളതാണെന്നത് വ്യക്തമാണ്. അസമയം സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിക്കുന്നത് ജോയ് മാത്യുവിന്. കമന്റുകളിൽ ജോയ് മാത്യുവിനെ അനുകൂലിച്ചും താറടിച്ചും നിറയെ പ്രതികരണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ 2020 ലോകകപ്പിന് ശേഷം മലയാളി താരം സഞ്ജു സാംസണ് സംഭവിച്ച ഫോം നഷ്ടവും പരാമർശിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ 2020 ലോകകപ്പിന് ശേഷം മുഖ്യമന്ത്രിയുടെ പക്കൽ നിന്നും സർക്കാരിന്റെ ആദരം ഏറ്റുവാങ്ങിയിരുന്നു. ഇതിനുശേഷം സഞ്ജുവിന് IPL തിളങ്ങാൻ കഴിയാത്തതാണ് പലരും പരിഹാസ സ്വരത്തിൽ സൂചിപ്പിക്കുന്നത്. 2020 വേൾഡ് കപ്പിൽ തകർപ്പൻ ഫോമിൽ കളിച്ച് ടീമിനെ കിരീടത്തിലേക്ക് നയിച്ചൊരു താരം IPL എത്തിയപ്പോൾ ഒറ്റയക്കത്തിൽ ഒതുങ്ങിപ്പോകുന്നത് ആരാധകർക്ക് വിശ്വസിക്കാനാകുന്നില്ല. കഴിഞ്ഞ കുറച്ച് കളികളിലായി അദ്ദേഹം 7 റൺസിനും 9 റൺസിനുമൊക്കെയാണ് ഔട്ടാകുന്നത്. ജോയ് മാത്യുവിൻ്റെ കവിതയിലെ വരികൾ കടമെടുത്തുള്ള പഴയ മാൻഡ്രേക്ക് സ്പർശം ക്രിക്കറ്റ് പിച്ചിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് കമന്റിൽ ചില ആളുകളുടെ സംശയം. എന്തായാലും ജോയ് മാത്യുവിൻ്റെ കവിത ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. നിരവധി ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ഇടുന്നുണ്ട്. പിണറായി വിജയനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഈ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അദ്ദേഹം സ്വജനപക്ഷപാതം നടത്തിയെന്നും അഴിമതി ആരോപണങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് മാൻഡ്രേക്ക് എന്നതിൽ നിന്നും മാറി ഡ്രാക്കുള എന്ന പരാമർശവുമായി ജോയ് മാത്യു എത്തുന്നത്.